തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നല്ല വിജയ സാധ്യതയാണ് ഉള്ളത്. ഇന്നത്തെ പോളിംഗിന്റെ തുടക്കം മുതൽ തന്നെ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് കാണുന്നത്. ഞാനിപ്പോൾ പത്തനാപുരം മണ്ഡലത്തിൽ ഏതാണ്ട് 10ഓളം ബൂത്തുകൾ സന്ദർശിച്ചിട്ടാണ് കൊട്ടാരക്കര വന്ന് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനാപുരത്തെ 10 ബൂത്തുകളിലും ഇപ്പോൾ കായറ കമൂഞ്ചേരി, പത്തനാപുരം ടൗണ്, അതുപോലെ പെടവൂര്, വടവോട് ഇങ്ങനെയുള്ള ബൂത്തുകളിലാണ് പോയത്. എല്ലാം യു ഡി എഫിന്റെ ഒരു അനുകൂലമായ ട്രെൻഡാണ് കാണുന്നത്. ഇവിടത്തും യു ഡി എഫിന് എതിരായ ഒരു ട്രെൻഡ് കാണുന്നത്. വോട്ടർമാർ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ വോട്ട് ചെയ്ത കാര്യം പറയുന്നത്. ആരും നെഗറ്റീവായിട്ട് പോകും. ശക്തമായ പോളിംഗാണ് ആ ദിവസങ്ങളിൽ. കാരണം മാവേലിക്കരത്താണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അഗ്രസീവായ പ്രവർത്തനം. അതിന് കാരണം ചാനലുകളുടെ സർവേയാണ്. കാരണം മാവേലിക്കരയിൽ യു ഡി എഫിന് ഇത്തവണ വലിയ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സർവേകളും റിപ്പോർട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ വിജിലൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ വർക്ക് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വർക്ക്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നിരിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം, യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നിരിക്കുന്ന ഒരു മണ്ഡലം മാവേലിക്കര ആയിരിക്കും എന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ കണക്കൂട്ടും. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ. അതൊന്ന്, മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ അന്തസ്സിനോ പദവിക്കോ ചേർന്നതല്ല. അദ്ദേഹം വർഗീയമായ രീതിയിൽ സംസാരിച്ച് മതന്യൂനപക്ഷങ്ങളെ ഒരു നികഷ്ടമായ രീതിയിലാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പരാമർശം. ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല. അങ്ങനെ ഒരു അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അപ്പോൾ അത് തീർച്ചയായും ഈവൻ അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെങ്കിലും അത് ഭൂരിപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മതേതര വിശ്വാസികളിൽ പോലും അത് അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ എതിരായ ഭരണവിരുദ്ധ വികാരം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, മാത്രമല്ല പെൻഷൻ കൊടുക്കാത്ത വിഷയം, സർക്കാർ ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കാതെ, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ വളരെ ഒരു വലിയ ട്രെൻഡ് ഗവൺമെന്റിനെതിരായി, കേരള ഗവൺമെന്റിനെതിരായി പോകുന്നുണ്ട്. പിന്നെ യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം 2019 ലഭിച്ചത്. ഇത്തവണയും യു ഡി എഫിന് തുടക്കം മുതലിന് മുൻതൂക്കമുണ്ടായിരുന്നു. കാരണം ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിനേക്കാൾ ഡൽഹിയിൽ പോകേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വം നിലനിൽക്കുകയുള്ളൂ. അതോടൊപ്പം ഒരു വികസനം നിലനിൽക്കുകയുള്ളൂ. അതോടൊപ്പം മതന്യൂനപക്ഷങ്ങൾക്ക് ഭീതിയോ കൂടാതെ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ചിന്ത ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇവൻ ഭൂരിപക്ഷത്തിൽപ്പെട്ട മതേതര വിശ്വാസികളും അതിന് കോൺഗ്രസ്സാണ് വരേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വോട്ടർമാരുടെ. അതും യു ഡി എഫിന് അനുകൂലം. ഇന്നലെ വരെ CPM കൊടുക്കുന്ന ഉൾപ്പെടെ ജയിച്ചാൽ BJP പോവുകയാണ്. ഇന്നിപ്പോൾ UP ജയരാജൻ സമ്മതിച്ചെങ്കിലും BJP നേതാക്കളെ കണ്ടു. എന്താകും? BJPയുമായിട്ട് CPM നേരത്തെ തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവര് കാർഡടച്ച് വെടിവെച്ച് ഇതെല്ലാം കോൺഗ്രസ് ആണ് BJP ആവുന്നത്, കോൺഗ്രസ് ആണ് BJPയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അവരുടെ പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ, അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പ്രതികരിക്കും. ഭൂരിപക്ഷം ഞാൻ നേരത്തെ പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും. ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഖ്യ ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും. അത് കൂടിയാലും കുറഞ്ഞാലും പ്രവചനാതീതം എന്ന ആ വാക്കിന് അങ്ങനെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ വേണമോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേണോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. AICC നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. AICC നേതൃത്വം ഇപ്പൊ പറഞ്ഞു വീണ്ടും പാർലമെന്റ് ഒരു തവണ കൂടി മത്സരിക്കണം, നമുക്ക് MPമാരാണ് ഏറ്റവും പ്രധാനം, ഗവൺമെന്റ് കൊണ്ടുവരണം, അതുപോലെ ഈ കേന്ദ്ര ഭരണം അവസാനിപ്പിക്കണം, ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കണം, അതിന് കൂടുതൽ MPമാർ ജയിച്ചു തരണം. അങ്ങനെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മത്സരിച്ച് മതിയാവും എന്ന് പാർട്ടി നിലപാടെടുത്തപ്പോൾ അത് പാർട്ടിയുടെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് മത്സരിക്കുകയും തീപാറുന്ന ഒരു പോരാട്ടം നടത്തി അവസാനിപ്പിക്കുകയും ചെയ്യുക. അല്ല, മത്സരം എല്ലാ പ്രാവശ്യവും കടുത്ത മത്സരം തന്നെയാണ് നേരിട്ടുള്ളത്.
അത് കഴിഞ്ഞ അടൂരായിരുന്നപ്പോഴും ഇപ്പൊ മാവേലിക്കും മത്സരം എപ്പോഴും കടുത്ത പോരാട്ടം തന്നെയാണ് ഈ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. പക്ഷെ വിജയം അവസാനം 2 പ്രാവശ്യം ഒഴിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലെ വിജയം അവസാനം UDF സ്ഥാനാർത്ഥിയായി എനിക്ക്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഈ പാർലമെന്റ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങളെ കുറിച്ചോ വിജയസാധ്യതയെക്കുറിച്ചോ ഒരു പരിശോധിക്കാനോ അതിലോട്ട് പോകാനോ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇന്നലെ 6 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് 1 മാസം ഉണ്ടല്ലോ വോട്ടെണ്ണാൻ. ഈ 1 മാസത്തിനിടയിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ ധാരാളം സമയം കിട്ടും.